അങ്ങനെ 2025 മലയാളത്തിലെ ആദ്യത്തെ 50 കോടി ക്ലബ്ബ് എന്ന നേട്ടം സ്വന്തമാക്കിയിരിക്കുന്ന ചിത്രം രേഖാചിത്രമായി മാറിയിരിക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിൽ ഒന്ന്. സിനിമാ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രഖ്യാപനം, ഒരു വലിയ അപ്ഡേറ്റ് തന്നെയാണ് ഇതെന്നുള്ളത് നിസ്സംശയം പറയാൻ സാധിക്കും. 50 കോടി ക്ലബ്ബിലേക്ക് രേഖാചിത്രം മാറുമ്പോൾ മമ്മൂട്ടി, മോഹൻലാൽ താരാധിപത്യമൊന്നുമില്ലാതെ ഒരു 50 കോടി ക്ലബ്ബിലേക്ക് ആസിഫ് അലി ചിത്രം ആണ് 2025 ആദ്യത്തെ സ്ട്രൈക്ക് അടിച്ചിരിക്കുന്നത് എന്നുള്ളത് ആണ് ഇപ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്. രേഖാചിത്രം എന്ന സിനിമ റിലീസിന് ശേഷം തന്നെ വലിയ പ്രധാനപ്പെട്ട റിവ്യൂവേഴ്സ് ഉൾപ്പെടെ സിനിമ കണ്ടിറങ്ങിയ ആളുകളൊക്കെ തന്നെ മികച്ച അഭിപ്രായവുമായിട്ടാണ് വന്നിരുന്നത്. അപ്പോൾ രേഖാചിത്രത്തിന് ഇങ്ങനെ ഒരു മികച്ച തുടക്കം എന്നത് മാത്രമല്ല, ആസിഫ് അലിയുടെ കരിയറിൽ പോലും ഉണ്ടായിരിക്കുന്ന ഒരു മാറ്റം നിസാരമൊന്നുമല്ല. ഒരുപാട് ഫ്ലോപ്പ് ചിത്രങ്ങൾ സമ്മാനിച്ചതിന് ശേഷം മറ്റൊരു ട്രാക്കിലേക്ക് ആസിഫ് അലി 2023, 4, 5 ഈ ഘട്ടത്തിലേക്ക് മാറുന്നു. അതിൽ 25ലേക്ക് ഏറ്റവും അവസാന ചിത്രമായി രേഖാചിത്രം മാറുന്നു. ഇനി വരാൻ പോകുന്ന സിനിമകളിലും ആസിഫ് അലി ചിത്രങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ ആളുകൾ പ്രതീക്ഷ അർപ്പിക്കുന്ന ചിത്രങ്ങളിലേക്ക് കാര്യങ്ങൾ മാറുന്നുമുണ്ട്. അതിൽ ടിക്കി ടാക്ക, ആസിഫ് പോലും ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെടുന്ന ഒരു ചിത്രമാണ്. 2024 തന്നെ ആസിഫിൻ്റെ കരിയറിൽ തന്നെ ഒരുപാട് മികച്ച സിനിമകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ലെവൽ ക്രോസ് എടുത്ത് നോക്കിയാലും, അമീഗോ എടുത്ത് നോക്കിയാൽ പോലും, ഇപ്പോൾ കിഷ്കിന്ദ കാണ്ഡം എന്ന ചിത്രമായാൽ പോലും ആസിഫിന് കൈ നിറയെ ചിത്രങ്ങളാണ്. ഈ ആസിഫിൻ്റെ ചിത്രങ്ങളൊക്കെ തന്നെ ഒരു കുടുംബ സദസ്സുകൾ ഏറ്റെടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഒരു സമ്മിശ്രമായ അഭിപ്രായമാണെങ്കിൽ പോലും ചിത്രത്തിന് തിയേറ്ററുകളിൽ പിടിച്ചു നിൽക്കാൻ, ഒരു ബോക്സ് ഓഫീസ് പവർ പിടിച്ചു നിൽക്കാനുള്ള കെൽപ്പ് സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ്. ആസിഫ് ചിത്രങ്ങളിലേക്കും അതൊരു ട്രാക്ക് വ്യത്യാസം, അത് ആസിഫിൻ്റെ കരിയറിൽ തന്നെ ഒരു മാറ്റങ്ങൾ ഉണ്ടാകുന്നു. രേഖാചിത്രം ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി അതിൽ മാറ്റപ്പെടുകയും ചെയ്യുകയാണ് എന്നുള്ളതാണ്. നമ്മൾ ഹിസ്റ്ററി, ചരിത്രം തന്നെ മറ്റൊരു തലത്തിലേക്ക് മാറ്റിയ ഒരു സിനിമ, ആ ഒരു ചരിത്രത്തിൽ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യത്തിന് ഒരു ആൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്ന് നമ്മൾ സൂചിപ്പിക്കാറുണ്ട്. ആ ഒരു ഹിസ്റ്ററിയിലേക്ക്, ഒരു ആൾട്ടർനേറ്റീവ് ഹിസ്റ്ററി, ഒരു സാങ്കല്പികമായ ഒരു ചരിത്രത്തിലേക്ക് കാര്യങ്ങൾ മാറ്റുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും എന്നൊരു ഉത്തമ ഉദാഹരണമായിരുന്നു രേഖാചിത്രം എന്ന സിനിമയും. ഇപ്പോൾ കാതോട് കാതോരം എന്ന സിനിമയെപ്പറ്റി സംസാരിക്കുമ്പോൾ അതിലെ സെറ്റിൽ നടക്കുന്നൊരു സംഭവ വികാസമാണ് ചിത്രത്തിൻ്റെ ആകത്തുകയുള്ളൊരു ഇതിവൃത്തം. അതിനുശേഷം സംഭവിക്കുന്ന അല്ലെങ്കിൽ സംസാരിക്കപ്പെടുന്ന ചിത്രങ്ങളിൽ മുത്താരം കുന്ന് പിയോ എന്ന സിനിമ സംസാരിക്കപ്പെടുന്നു. അന്നത്തെ കാലഘട്ടത്തിലേക്ക് പ്രേക്ഷകനെ കൊണ്ടുപോകുന്നു. അങ്ങനെ ഒരുപാട് ഘട്ടങ്ങളിലേക്ക് രേഖാചിത്രം എന്ന സിനിമ മലയാളി സിനിമ പ്രേക്ഷകർക്ക് മുന്നിലേക്ക്, മലയാള സിനിമയുടെ ചരിത്രങ്ങളിലേക്ക് പോകുന്നു. ജോൺ പോളിൻ്റെ അഭിമുഖങ്ങൾ കാണുന്നു, കമലിനെ കൊണ്ടുവരുന്നു, ജഗദീഷ് വരുന്നു. അങ്ങനെ ഒരുപാട് സിറ്റുവേഷൻസ് ഈ സിനിമയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഒരുപാട് സിനിമകളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ വരുന്നു. അങ്ങനെ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പല സിനിമകളുടെയും സംസാരങ്ങളിലേക്ക്, പല സിനിമകളുടെയും കഥകളിലേക്ക്, എങ്ങനെയാണ് പല ഘട്ടങ്ങളിലേക്കും ഓരോ തിരക്കഥാകൃത്തുകളായിക്കോട്ടെ ഒരു സീൻ ഡെവലപ്പ് ചെയ്യുന്നത്, അങ്ങനെ ഈ സിനിമയ്ക്കുള്ളിൽ തന്നെ പരാമർശിക്കുന്ന പല കൗതുകമുണർത്തുന്ന സംഭവങ്ങളുണ്ട്. സിനിമ കണ്ടവർക്ക് എന്തായാലും മനസ്സിലാവും. പക്ഷേ അങ്ങനെ കൗതുകമുണർത്തുന്ന ഒട്ടനവധി സംഭവ വികാസങ്ങളിൽ തീർത്തെടുത്ത ഒരു മികച്ച തിരക്കഥയിൽ ഒരുക്കിയ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയായി രേഖാചിത്രം മാറുമ്പോൾ കയ്യടി നേടിക്കൊണ്ട് ചിത്രം ഇരു കൈയും നീട്ടി പ്രേക്ഷകർ സ്വീകരിച്ചതിൻ്റെ ഉത്തമ ഉദാഹരണവും കൂടിയാണ് 50 കോടി ക്ലബ്ബിൽ ചിത്രം നേടിയിരിക്കുന്നത് എന്നുള്ളത് പറയേണ്ടി വരും. 2025 ഗോൾഡിൽ തന്നെയാണ് സ്ട്രൈക്ക് ചെയ്തിരിക്കുന്നത് ആസിഫ് അലി എന്നുള്ളത് പറയാൻ സാധിക്കും. അതിനിടയിൽ നമ്മൾ 2024, 2023 ഒക്കെ ആസിഫ് അലി ചിത്രങ്ങളുടെ കണക്കുകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ പോലും പല മാസങ്ങളിലും ആസിഫ് അലി ചിത്രങ്ങൾ റിലീസ് ചെയ്യാറുമുണ്ട്. അപ്പോൾ അങ്ങനെ കയ്യിൽ ഒരുപിടി ചിത്രങ്ങളുമായിട്ട് തന്നെ ആസിഫ് 2025ലേക്കും കടക്കുമ്പോൾ ആദ്യം 2025 റിലീസ് ചെയ്ത രേഖാചിത്രത്തിന് മികച്ച അഭിപ്രായം നേടുന്നു. ഇപ്പോഴും തിയേറ്ററുകളിൽ വലിയ തിരക്കുമായിട്ടാണ് ചിത്രം മുന്നേറുന്നത്. അത് 50 കോടി ക്ലബ്ബ് ചിത്രത്തിന് നേടാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റായി മാറുന്നത്.